ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു സന്ധ്യാസ് വ്ലോഗ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്നറിയാവോ? നമ്മൾ എങ്ങോട്ടാ പോകുന്നത് ഞാൻ പറയട്ടെ. നമ്മള് മതിലിന്റെ തൊട്ടപ്പുറത്തേക്കാണ് പോകുന്നത്. അതായത് നമ്മുടെ വില്ലേനെ തൊട്ട് പുറകു വശത്തായിട്ട്, ഇതൊരു വില്ല പ്രൊജക്റ്റ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതിന്റെ ബാക്ക് സൈഡ് ആയിട്ട് ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ. നല്ലൊരു കൃഷിഭൂമിയാണ്. അപ്പൊ ആ കൃഷിഭൂമിയിലെ കാഴ്ചകളും അവിടെ എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങൾ, അതെല്ലാമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയില്. ആ ഒരു കൃഷിഭൂമിയുടെ ഉടമസ്ഥനായ പരമേശ്വരൻ ചേട്ടൻ വളരെ അധ്വാനിച്ച് അതൊരു പൂങ്കാവനമാക്കി മാറ്റിയേക്കോ എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം അത്രയ്ക്ക് ഭംഗിയാണ് അവിടുത്തെ കാഴ്ചകൾ കാണാൻ. വാഴയും ചേന, ചേമ്പ്, കടച്ചക്ക, മുരിങ്ങ, അതുപോലെ ഒരുപാട് സാധനം. ഇപ്പൊ നട്ടേക്കുന്നത് അച്ചിങ്ങയാണ് പ്രധാന കൃഷി അവിടെ. അതേപോലെ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത ചീരയാണ് നടുന്നത്. അപ്പൊ വെണ്ട നടാൻ പോകുന്നു. അപ്പൊ ഇന്നിപ്പോ എന്നെ കണ്ടപ്പോ പറഞ്ഞു ഇങ്ങനെ വെണ്ട നടന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഇന്ന് അവിടുത്തെ വീഡിയോ ഒന്ന് എടുക്കാം. അപ്പൊ നമുക്ക് വെണ്ട നടന്നതൊക്കെ കാണാലോ. അതുപോലെ തന്നെ ഒരുപാട് മരച്ചീനി, ഒരുപാട് ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാലോ. അപ്പൊ അതുപോലെ ചേമ്പൊക്കെ ഇന്ന് പറിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന കാഴ്ചകൾ. ഞാൻ 2 വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഇന്നിപ്പോ നമുക്ക് പറമ്പിന്റെ മനോഹരമായ കൃഷിഭൂമിയിലെ സുന്ദരമായ കാഴ്ചകൾ നമുക്ക് കാണാം. അതേപോലെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ അവിടെ ആ ചേമ്പ് പറിക്കുന്നതും അതുപോലെ അച്ചിങ്ങ വള്ളിപ്പയർ എന്നോട് പറിച്ചോളാൻ പറഞ്ഞു. അപ്പൊ അത് പറിക്കുന്ന ഒരു എക്സ്പീരിയൻസും എല്ലാം നമുക്ക് ഷെയർ ചെയ്യാം ഞാൻ. അപ്പൊ അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പൊ ഇപ്പോ ഈ കൃഷിഭൂമിയിലെ മനോഹരമായ കാഴ്ചകളാവട്ടെ ഇന്നത്തെ ഈ വീഡിയോയിൽ. ഓക്കെ, അപ്പൊ എല്ലാവരും ഞാൻ ഇൻവൈറ്റ് ചെയ്യുവാണ് ഈ മനോഹരമായ കാഴ്ചകളിലേക്ക്, അതായത് നാടൻ കൃഷിഭൂമിയിലെ വിശേഷങ്ങളിലേക്ക്. അപ്പൊ നമുക്ക് പോയാലോ? ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ മതിലിന്റെ തൊട്ടപ്പുറത്താണെങ്കിലും നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ ഒരു 5 മിനിറ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അവിടെ ചെന്ന് അവിടുത്തെ വിശേഷങ്ങളും അവിടുത്തെ കാഴ്ചകളും എല്ലാം നമുക്ക് കണ്ടിട്ട് വരാം. ഓക്കെ, വരും. ഹലോ ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു മനോഹരമായ ആ ഒരു തോട്ടം. ഞങ്ങളുടെ വില്ലയുടെ നേരെ ബാക്ക് സൈഡിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഗേറ്റ് കടന്ന് കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ കാണുന്നത് 2 വലിയ പുളിമരങ്ങളാണ്. പുളിമരവും ഈ ഒരു തോട്ടത്തിൻ്റെ ഭാഗമാണ്. പിന്നെ അതേപോലെ ഗേറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലും ഇതുപോലെ തന്നെ പുളിമരങ്ങൾ 2 എണ്ണം ഉണ്ട്. പിന്നെ അങ്ങോട്ടേക്ക് ആ സൈഡ് തൊട്ട് അങ്ങോട്ട് തെങ്ങുകളാണ് കേട്ടോ. തെങ്ങുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പുറത്തെ നേരെ ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്നത് ചേനയുടെ ഒരു തോട്ടമാണ്. ചേന ഒരുപാടുണ്ട് കേട്ടോ. ഒരു 10-30 ചേന ചെടികളുണ്ട്. ഇതൊരുമാതിരി ചെറുതൊന്നും അല്ല, കുറച്ച് വലുതായ ചേനയുടെ ചെടികളാണ്. എല്ലാത്തിനും പാകമായിട്ടുണ്ട് എല്ലാം. അപ്പം അങ്ങനെ ചേനയുടെ ചെടികളാണ് ഈ കാണുന്നത്. ഒരു 30 ചൂടോളം ഉണ്ട് കേട്ടോ. ഈ ചേനച്ചെടിയുടെ പ്രത്യേകത കണ്ടിട്ടുണ്ടോ? ഇതിൻ്റെ ഒരു ഇലയ്ക്കും തണ്ടിനെയൊക്കെ ഒരു മഞ്ഞ കലർന്ന ഒരു പച്ച കളറായിരിക്കും ഇല്ലേ. ഇതിന് മാത്രം ഒരു ചെറിയൊരു പച്ചപ്പുണ്ട്. ബാക്കിയെല്ലാം ഒരു മഞ്ഞ കലർന്ന ഒരു പച്ചയാണ്, ഡാർക്ക് ഗ്രീൻ അല്ല. ചേനയുടെ തണ്ട് തോരൻ വെക്കുന്നത് നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നല്ല മനോഹരമായ ചേനയുടെ ഒരു തോട്ടമാണ് ഇപ്പം നമ്മൾ ആദ്യം കാണുന്നത്. ചേനച്ചെടികൾ കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ തൊട്ടിപ്പുറത്ത് കാണുന്നത് വാഴയുടെ കൃഷിയാണ്. ഇത് നേന്ത്രവാഴയുടെ തൈകളാണ്. ഇവിടുത്തെ ഈ പറമ്പിൻ്റെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചായിരുന്നു. താഴത്ത് ഇങ്ങനെ ഒരുപാട് പുല്ല് പിടിച്ച് കാട് പിടിച്ച് അങ്ങനെയല്ല. ഇതെല്ലാം ഒരു 3 മാസം കൂടുമ്പോഴും പുല്ലൊക്കെ പറിച്ച് കളയണമുണ്ട്. പറമ്പ് നല്ല വൃത്തിയാണ്. നമുക്ക് നിലത്ത് എന്തെങ്കിലുമൊക്കെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. നമുക്ക് ഇത്ര വലിയ പറമ്പിൽ നടക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കണമല്ലോ. ഇതിപ്പോൾ നമുക്ക് നിലം കാണാൻ പറ്റും. അതുകൊണ്ട് നല്ല സുഖമായിട്ട് നടക്കാൻ പറ്റും. ഇതെല്ലാം നേന്ത്രവാഴയുടെ തൈകളാണ് കേട്ടോ. പിന്നെ നല്ലൊരു പപ്പായ മരമുണ്ട്. പിന്നെ സൈഡിലൊക്കെ തെങ്ങുകളാണ്. ഇപ്പം ഇങ്ങനെ ഒരു കുറേ സ്ഥലമുണ്ട് കേട്ടോ ഈ ഒരു നേന്ത്രവാഴ തൈകൾ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ മരച്ചീനിയുടെ കൃഷിയാണ്, അതായത് കപ്പയുടെ കൃഷിയാണ് ഈ കാണുന്നത്. കപ്പ കൃഷിയുടെ കാര്യം അറിയാലോ. ഇങ്ങനെ വരമ്പ് പോലെ ഇങ്ങനെ നടുക്ക് ഇങ്ങനെ എടുത്തിട്ടാണ് നമ്മൾ നടുന്നത്. അതിങ്ങനെ അകത്തേക്ക് ഇങ്ങനെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്നപ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ. ഇതിനകത്തേക്ക് കയറി നിന്നപ്പോൾ നല്ലൊരു തണൽ കിട്ടിയത് തന്നെ പറയാം. നല്ലൊരു സുഖം ഉണ്ടായിരുന്നു. അത്രയും വെയിലത്ത് ഇതേപോലെ മോൾ ഭാഗം ഇങ്ങനെ പന്തലിച്ചിട്ടാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ അതിന് നടുക്ക് നിന്ന് ഞാൻ കുറച്ച് നേരം വീഡിയോ എടുത്തപ്പോൾ നല്ലൊരു സുഖം എനിക്ക് തോന്നി കേട്ടോ. ചൂടൊന്നും അടിച്ചില്ലായിരുന്നു. അപ്പം നല്ല ഇതുപോലെ മരച്ചീനിയുടെ കൃഷിയാണ് ഇപ്പോൾ ഈ കാണുന്നത്.
കഴിഞ്ഞ് നമ്മൾ കാണുന്നത് എന്താണെന്നറിയോ, ഇത് മഞ്ഞളാണ് കേട്ടോ. മഞ്ഞളിൻ്റെ ഒരു കൃഷിയാണ്. പിന്നെ അതിനുശേഷം വീണ്ടും ഇതേപോലെ തന്നെ മരച്ചീനി കൃഷിയുണ്ട്. മരച്ചീനി കൃഷി കാണാൻ നല്ല രസമുണ്ട് അല്ലേ. ആ ഓരോ ഇങ്ങനെ വരമ്പ് ഇങ്ങനെ മണ്ണിങ്ങനെ കൂമ്പാരം കൂട്ടിയിട്ടാണല്ലോ നടന്നത്. നല്ല രസമില്ല. ഇതിൻ്റെ നടുക്കൂടി ഇങ്ങനെ നടന്നു പോയി അപ്പുറത്ത് എത്താൻ നല്ല രസം കേട്ടോ. ഞാൻ ഒരു പ്രാവശ്യം ഒന്നെങ്കിൽ അടിയിൽ കൂടി ഇങ്ങനെ പോയി നോക്കി. നല്ല സുഖമായിട്ട് നമുക്ക് അപ്പുറത്ത് എത്താൻ പറ്റും. നല്ലൊരു തണലും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു സുഖമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ മരച്ചീനിയുടെ കൃഷി. അത് തന്നെ കുറേ ഉണ്ട് കേട്ടോ അറ്റത്തേക്ക്. പിന്നെ അതിനുശേഷം വീണ്ടും നേന്ത്രവാഴയുടെ കൃഷിയാണ്. പക്ഷേ നമ്മൾ നേരത്തെ കണ്ടത് തീരെ ചെറിയ നേന്ത്രവാഴ തൈകളായിരുന്നു. പക്ഷേ ഇത് കുറച്ചുകൂടി ഹൈറ്റ് വെച്ചിട്ടുള്ളതാണ് ഈ കാണുന്നത്. ഇത് ഒരുപാടുണ്ട്. ഒരു 50 അല്ല അതിൽ കൂടുതലുണ്ട് ഈ ഒരു വലിപ്പത്തിലുള്ള നേന്ത്രവാഴയുടെ തൈകൾ. പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ കുറച്ചുകൂടി വലിയ വാഴകളാണുള്ളത്. പിന്നെ അടുത്ത് കഴിഞ്ഞ് കാണുന്നത് ചേമ്പുകളാണ്. ചേമ്പുകൾ എന്ന് പറയുന്നത് ചേമ്പിൻ തോട്ടം തന്നെയാണെന്ന് പറയാം. അതിന് മാത്രം ചേമ്പുകളാണ് ഉള്ളത്. എല്ലാം വിളവെടുപ്പിന് പാകമായി നിൽക്കുവാണ്. ഇന്ന് തന്നെ ഇതിൻ്റെ വിളവെടുപ്പ് കൂടി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതുകൂടി കാണാം. പക്ഷേ വിളവെടുപ്പ് ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. കാരണം ഇതിനകത്ത് വിളവെടുപ്പ് കൂടി നമ്മുടെ ഈ വീഡിയോയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ അടുത്ത് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനകത്ത് ഇതിൻ്റെ വിളവെടുപ്പും നമുക്ക് കാണാം. ഇതെല്ലാം ചേമ്പിൻ്റെ ചെടികളാണ്. എല്ലാം നല്ല വിളവെടുപ്പിന് കറക്റ്റായിട്ട് ഇരിക്കുകയാണ്. ഈ ചേമ്പിന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് താഴത്തെ ചേമ്പ് കിട്ടും. അതുപോലെ തന്നെ ചേമ്പും തണ്ട് തോരൻ സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ ഒരു പ്രാവശ്യം എനിക്ക് ഇവിടുന്ന് ചേട്ടൻ തന്നപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കി. തോരൻ വെക്കാൻ നല്ലതാണ്. അതുപോലെ കറി ഉണ്ടാക്കാൻ നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കറികൾക്കും തോരനും എല്ലാം പറ്റിയ ഒരു ചെടിയാണ് കേട്ടോ ഈ ചേമ്പ്. അപ്പോൾ ഒരു ഏരിയ മുഴുവനും ചേമ്പിൻ്റെ ചെടികളാണ്. അതിൻ്റെ അപ്പുറത്തെ സൈഡാണ് നമ്മൾ കണ്ട നേന്ത്രവാഴ. അതായത് ഇത്തിരി വലിയ വാഴ ആ നട്ടേക്കുന്നുണ്ട്. ആ ഒരു നേന്ത്രവാഴ എനിക്ക് തോന്നുന്നു 150 എന്ന് ഞാൻ എണ്ണിയും എനിക്ക് തോന്നുന്നു അതിൽ കൂടുതലുണ്ട്. ഇങ്ങോട്ട് കിടക്കുമ്പോൾ ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു നേന്ത്രവാഴ തൈകളുടെ ആ സൈഡിലായിട്ടാണ് ചേമ്പും അതുപോലെ തന്നെ ഒരുപാടുണ്ട് കേട്ടോ ചേമ്പ്. ഇത്ര വലിയ വിശാലമായ പറമ്പില്ലെങ്കിലും നമ്മുടെ കുഞ്ഞ് അടുക്കളത്തോട്ടത്തിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ച് പിടിപ്പിക്കണം കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ വരുമ്പോൾ അടയ്ക്കാമരത്തോട്ടമാണ്. അതായത് കവുങ്ങ്. അടയ്ക്കാമരത്തിൻ്റെ ഒരുപാടൊരു കളക്ഷനാണ് ഇവിടെ നമ്മൾ കാണുന്നത്. നല്ല ഭംഗിയല്ലേ അടയ്ക്കാമരത്തോട്ടം കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് അതിൻ്റെ താഴത്തൊക്കെ നല്ല തെളിഞ്ഞ് നിൽക്കും. കാരണം വെച്ചാൽ അതിൻ്റെ ഇലകളൊന്നും താഴത്തോട്ട് അങ്ങനെ നിൽക്കില്ല. അടയ്ക്കാമരത്തിന് ഇങ്ങനെ അതിൻ്റെ ആ ഒരു തണ്ടിങ്ങനെ മുകളിലേക്ക് പോയേക്കുള്ളൂ. അപ്പോൾ താഴത്തൊക്കെ നല്ല തെളിഞ്ഞായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അടയ്ക്കാമരം. അടയ്ക്കൊക്കെ ഉണ്ടായി കിടക്കണത് കണ്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ അടയ്ക്കാമരത്തിൻ്റെ ഈ ഒരു തോട്ടം ഞങ്ങളുടെ വില്ലയുടെ നേരെ ബാക്ക് സൈഡിലായിട്ട് വരും. ഇവിടെ ആ മതിലിൻ്റെ അപ്പുറത്താണ് ഞങ്ങളുടെ വില്ല കേട്ടോ. നല്ല ഭംഗി അടയ്ക്കാമരത്തിൻ്റെ ആ ഒരു തോട്ടം കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. പിന്നെ ആ സൈഡിൽ അറ്റത്തായിട്ട്, അതായത് അടയ്ക്കാമരവും കഴിഞ്ഞ് വരുമ്പോൾ ഒരു ബഞ്ചായിട്ട് നമ്മുടെ വാഴയുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് നമ്മുടെ കടച്ചക്ക എന്ന് തന്നെയാണ് ഞങ്ങൾ പറയണത്. അതിന് വേറെ പേരുണ്ടോ, ശീമച്ചക്ക എന്നൊക്കെ പറയും. മറ്റേ നമ്മുടെ ബ്രെഡ് ഫ്രൂട്ട് എന്ന് പറയില്ലേ, അതിനെയാണ് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ കടച്ചക്ക എന്നാണ് പറയുന്നത് കേട്ടോ. ആ മരമുണ്ട്. പിന്നെ ഇപ്പുറത്തേക്ക് ചിക്കുവിൻ്റെ മരമുണ്ട്. പിന്നെ തെങ്ങ് അടയ്ക്കാമരം അതങ്ങനെ മിക്സായിട്ട് അങ്ങനെ അതാണ് ഞങ്ങൾ താമസിക്കുന്ന വില്ലയാണ് കേട്ടോ. അത് നേരെ ബാക്കിലാണ് ഈ പറമ്പ്. പിന്നെ വാഴ, കറിവേപ്പ്, വാഴയാണ് എനിക്ക് ഒരുപാട് വാഴ എന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ ഒപ്പം തന്നെയുണ്ട് നമ്മുടെ ചേമ്പ്, ചേന, അതെല്ലാം ഒപ്പം നിൽക്കുവാണ്. തെങ്ങ്. എന്നാലും ഒരു മനോഹരമായ തോട്ടമാണ് അല്ലേ, ഒരു നാടൻ കൃഷിഭൂമി എന്ന് തന്നെ നമുക്ക് പറയാം. ഇതെല്ലാം ചിക്കു മരമാണ്. അതിൻ്റെ സീസണിൽ ഇഷ്ടം പോലെ ചിക്കു ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അതിൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ടാണ് കാണാത്തത്. പിന്നെ ഒരു നാച്ചുറൽ ഫീലിംഗ് തരാൻ നമ്മുടെ തെങ്ങിൽ നിന്നും അങ്ങനെ ഉണങ്ങിയ ഓലമടലൊക്കെ താഴത്തെ വീണ് ആ ഒരു നാച്ചുറലായിട്ടുള്ളൊരു മനോഹാരിത ഈ പറമ്പിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഇങ്ങോട്ട് വാഴകളുടെ ഒരു ശേഖരണമാണ് കാണുന്നത്. ഇത് പല വെറൈറ്റി വാഴയുണ്ട്. നേന്ത്രവാഴ, അതുപോലെ തന്നെ ചിങ്ങൻ പഴം, പിന്നെ ഞാലിപ്പൂവൻ, പാണയംകൊടൻ, അങ്ങനെ എല്ലാ ടൈപ്പ് വാഴകളും ഇതിനകത്തുണ്ട് കേട്ടോ. നിലത്തൊക്കെ കണ്ടോ പുല്ല് കൂടി അങ്ങനെ കാട് പിടിച്ചോ ഒന്നുമല്ല, നമുക്ക് സുഖമായിട്ട് നടക്കാൻ പറ്റുന്ന തരത്തിൽ അത് വെട്ടി നല്ല വൃത്തിയാക്കി വെച്ചേക്കുവാണ്. ഈ ഒരു ഭാഗം മുഴുവനും ഞാലിപ്പൂവൻ വാഴയാണെന്നാണ് ചേട്ടൻ പറഞ്ഞത്. പിന്നെ ഇവിടെ കാണുന്നത് നമ്മുടെ കശുമാവാണ്, പറങ്കിമാവ്. അത് ഇവിടെ ഉണ്ട് കേട്ടോ. അതിൻ്റെ സീസൺ ആയിട്ടില്ല, അതുകൊണ്ടാണ് അവിടെ അതിപ്പോൾ ഒന്നും ഇല്ലാത്തത്. പിന്നെ ഇതേപോലെ തന്നെ വാഴകൾ ഞങ്ങളുടെ വില്ലയാണ് കാണുന്നത്. തൊട്ട് ബാക്കിലാണിത് പറമ്പ്. അപ്പം ഞാൻ ആ വില്ല പ്രോജക്റ്റാണ് കേട്ടോ അങ്ങ് അറ്റം വരെ ഉള്ളത്.
സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് വർക്ക് ഏരിയയിൽ നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഈ പറമ്പ്. ചില സമയത്ത് മയിലൊക്കെ ഈ പറമ്പിൽ കൂടി വരുമ്പോഴത്തേനെയും പീലി വിടർത്ത് നിൽക്കുമ്പോൾ ഞങ്ങൾ വർക്ക് ഏരിയയിൽ നോക്കുമ്പോൾ അതൊരു മനോഹരമായ കാഴ്ചയാണ്. പിന്നെ ഇതേ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും പിന്നെ വാഴക്കൊല ഇങ്ങനെ മൂത്ത് കിടക്കുവാണ്. ഇതാ നോക്കൂ, ഈ ഏരിയയിലുള്ള വാഴകളെല്ലാം കൊലയായി കഴിഞ്ഞു. പൂവമ്പഴമാണെന്നാണ് പറഞ്ഞത്. അതേ അടുത്തത് കണ്ടോ, ചാക്കിലൊക്കെ കെട്ടി വെച്ചേക്കണു. കുറച്ച് മുമ്പ് ഞാൻ കാണിച്ച ചിങ്ങം വാഴയാണ്, അതും റെഡിയായി കിടക്കണു. പിന്നെ ഇതേ മാവുണ്ട്, മൂവാണ്ട്, അതൊക്കെ പൂത്തു. പിന്നെ ഇവിടെ നല്ല അച്ചിങ്ങ, നമ്മുടെ വള്ളിപ്പയർ റെഡിയായിരിക്കുകയാണ്. ഇത് ഞാൻ ചോദിച്ചപ്പോൾ 2 പ്രാവശ്യം ഓൾറെഡി എൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞു. ശരിയായിരുന്നു, കാരണം ഞങ്ങൾക്ക് എല്ലാം ഇവിടെ വില്ലയിലൊക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ 3ാമത്തെ വിളവെടുപ്പിന് ഇതുകൂടിയേ ഉള്ളൂ, അതോടെ ഇത് തീരുവാണ്. അപ്പോൾ മൂന്നാമത്തെ വിളവെടുപ്പെന്ന് പറഞ്ഞാലും ഇതിനകത്ത് അതിന് മാത്രം എന്നിട്ടും ഉണ്ട് കേട്ടോ. ഇത് നാടൻ വള്ളിപ്പയർ എന്തൊരു ടേസ്റ്റി ആയിരിക്കും, ഒരു വിഷം പോലും അടിക്കാതെ നാച്ചുറലായിട്ടുള്ള ഒരു തരത്തിലുള്ള, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ എന്തെല്ലാം മരുന്നടിച്ചിട്ടായിരിക്കും ഇതൊക്കെ വരുന്നത്. പക്ഷേ ഇതിപ്പോൾ നമ്മുടെ കൺമുന്നിൽ ഒരു വളം അടിക്കുക, ആകെ ചാരവും ചാണകവും ഇതൊക്കെ ഇട്ട് കൊടുത്തേക്കുന്നത്. അതിലൂടെ ഉണ്ടായിരിക്കുന്ന ഈ ഒരു കൃഷി ഇന്ന് കിട്ടുന്ന ആ ഒരു അച്ചിങ്ങയൊക്കെ നമുക്ക് എന്ത് വിശ്വസിച്ച് കഴിക്കാം, എന്തൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിനൊക്കെ അല്ലേ. അപ്പോൾ ഇതാണ് കിണർ കേട്ടോ. ഇവിടെ നിന്നാണ് ആവശ്യത്തിന് വെള്ളം ഈ പറമ്പിലെ എല്ലാ പച്ചക്കറികൾക്കും എല്ലാം കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ ചേട്ടൻ, ഈ പറമ്പിൻ്റെ ഓണറാണ്, പരമേശ്വരൻ ചേട്ടൻ എന്നാണ് പേര്. വളരെയധികം അധ്വാനിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. കാരണം ആ അധ്വാനത്തിൻ്റെ ഫലമാണല്ലോ നമ്മൾ ഈ പറമ്പിൽ കാണുന്നത് അല്ലേ. നോക്കൂ, തേങ്ങയൊക്കെ ചേട്ടൻ ഇങ്ങനെ എടുത്തിങ്ങനെ വെച്ചിട്ട് മുളപ്പിക്കാനുള്ള തേങ്ങയാണ് കണ്ടോ. ഇപ്പം അടുത്ത കൃഷി ഇതാ നോക്കൂ, നമ്മുടെ അച്ചിങ്ങനെ തകർത്ത്. ഇത് 3ാമത്തെ വിളവെടുപ്പെന്ന് പറഞ്ഞാൽ പോലും ഇതിനകത്തൊരു, എനിക്ക് തോന്നുന്നു ഒരു 10 ഫാമിലിക്ക് കൊടുക്കാനുള്ള അത്ര ഉണ്ട് വീണ്ടും. അതാണ് 3ാമത്തെ വിളവെടുപ്പ്. ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ ആദ്യത്തെ 2 വിളവെടുപ്പിൽ എന്തായിരിക്കുന്നത് അല്ലേ. ഈ പറമ്പിന് ഇത്രയും പച്ചപ്പും ഈ ഒരു പ്രസരിപ്പും ഇതേപോലെ ആ ഒരു എന്താ പറയുക ഭംഗിയും എല്ലാം നൽകിയിരിക്കുന്നത് ഈ ഒരു പരമേശ്വരൻ ചേട്ടനാട്ടോ. ഈ ഒരു വ്യക്തി സത്യം പറഞ്ഞാൽ നമുക്കൊരു അത്ഭുതം തന്നെയാണ്. ഇത്രയും ഈ പറമ്പ് ഇങ്ങനെ ഇതാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണോ. ഇതേ പണിക്കാരും ഉണ്ട് ഇവിടെ. മിക്ക ദിവസങ്ങളും ചേട്ടൻ ഇവിടെ വന്ന് പണിക്കണം ഞാൻ കാണാറുണ്ട്. ഇവിടെ ഇപ്പോൾ വെണ്ട നടാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ വെണ്ട നടുന്നതിൻ്റെ മുന്നോടിയായിട്ട് പറമ്പ് നന്നായിട്ട് കിളച്ച് അതിനകത്തേക്ക് ചാരമാണ് ഇട്ടേക്കുന്നത്. ചാരം ഇട്ട് നന്നായിട്ട് അത് കിളച്ച് നീറ്റാക്കുവാണ്. അപ്പോൾ വെണ്ട നടാൻ പോവുകയാണ്. അപ്പോൾ നമുക്കൊന്ന് കാണാം പുതിയൊരു കൃഷിയുടെ തുടക്കം. അപ്പോൾ വെണ്ട കൃഷിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വെണ്ടയുടെ കുരുക്കൾ നടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കണ്ടാലോ, വരും. ചേട്ടാ ചാരമാണോ ഇട്ടേക്കണേ? ചാരം. എൻ്റെ വെണ്ട എപ്പോഴാണ് നടുന്നേ? അപ്പോൾ ചേട്ടൻ പണിക്കാരനെ കൊണ്ട് ചെയ്യിപ്പിച്ചു. പിന്നെ ഫൈനൽ ടച്ചായിട്ട് ചേട്ടൻ തന്നെ ആ പറമ്പിൻ്റെ ആ ഒരു വെണ്ട ഇടുന്ന ഭാഗം നന്നായിട്ട് ചാരമൊക്കെ ഇട്ട് റെഡിയാക്കുവാണ്. വെണ്ട നല്ല ഉണങ്ങി, നല്ല രീതിയിൽ ഉണങ്ങി വന്നേക്കുവാണ്. ആ ഉണങ്ങി വന്നേക്കുന്ന ആ വെണ്ടയ്ക്കയിൽ നിന്നും കുരുക്കൾ ഇങ്ങനെ മാറ്റി പാത്രത്തിലേക്ക് ഇടുവാണ്. വെറുതെ വെതറിയാൽ മതിയോ? വെതറിയാൽ മതിയോ അവിടെ? കുഴിച്ചിരുന്നോ? ശരി. ഞാൻ മിക്ക സ്ഥലങ്ങളിലും സൗണ്ട് അങ്ങനെ മാറ്റുന്നില്ല കേട്ടോ. ആ നാച്ചുറൽ സൗണ്ട് തന്നെയാണ് ഇപ്പോൾ കേൾക്കാനായിട്ട് സാധിക്കുന്നത്. വോയിസ് ഓവർ ഞാൻ അധികം കൊടുക്കുന്നില്ല. അവിടെ പണിക്ക് നിർത്തിയേക്കുന്ന ആൾ നന്നായിട്ടത് മിക്സ് ചെയ്ത് കഴിഞ്ഞു, ചാരവും മണ്ണും കൂടി. എന്നാലും ചേട്ടൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഫൈനൽ ടച്ച് എന്ന രീതിയിൽ അത് ഒന്നുകൂടി ആ മണ്ണ് മിക്സ് ചെയ്യുകയാണ് നടുന്നതിന് മുമ്പ് നമ്മുടെ വെണ്ടയ്ക്ക. നമ്മുടെ ഈ വള്ളിപ്പയറും ചേട്ടൻ എന്നോട് പറിച്ചെടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അത് ഞാൻ പറിക്കുന്നതും ഇപ്പം തന്നെ ചെയ്യുവാണ്. പക്ഷെ അതും ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചേമ്പ് പറിക്കുന്നതും അതുപോലെ വള്ളിപ്പയർ പറിക്കുന്നതും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. അതും എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാം. നല്ലൊരു മനോഹരമായൊരു ഫീലായിരിക്കും അല്ലേ. ഈ വീഡിയോയിൽ തന്നെ ചേമ്പ് പറിക്കുന്നതും അച്ചിങ്ങ പറിക്കുന്നതും അതായത് വള്ളിപ്പയർ പറിക്കുന്നതും രണ്ടും കൂടി അപ്ലോഡ് ചെയ്താൽ വീഡിയോൻ്റെ ലെങ്ത് കൂടുന്നതുകൊണ്ടാണ് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ എല്ലാം റെഡിയായി കഴിഞ്ഞു. നമ്മുടെ ഓസൊക്കെ കണ്ടോ, അത് ഈ കിണറ്റിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് നനയ്ക്കാനുള്ള ഓസാണിത്. വെണ്ട കുരു നടാനുള്ള ചെറിയ ചെറിയ കുഴികളാണ് കേട്ടോ ആ ഒരു കമ്പ് കൊണ്ട് കുത്തുന്നത് ചേട്ടൻ. ആ ഒരു ഭയങ്കര ആഴത്തിലുള്ള ചെറിയൊരു കുഴികളാണ് കുത്തുന്നത്. അതിനകത്താണ് നമ്മുടെ വെണ്ടയുടെ കുരു നടുന്നത്. വെറുതെ ഇട്ടാൽ മതി. അത് രണ്ട് വേണ്ട, അമ്മളത് വെറുതെ ഇട്ടോ ഇട്ടോ.
നമ്മുടെ വെണ്ടക്കുരുക്കളൊക്കെ കുഴിച്ചിട്ട് കഴിഞ്ഞു. അതിൻ്റെ മുകളിൽ ഓലയൊക്കെ വെച്ചേക്കുവാണ്, വെയിലധികം അടിക്കാതിരിക്കാൻ. അതിൻ്റെ സൈഡിലായിട്ട് 2-3 പച്ചമുളകിൻ്റെ ചെടികളുണ്ടായിരുന്നു, അത് നട്ടിട്ടുണ്ട്. അതിന് വെയിലടിക്കാതിരിക്കാനാണ് മുകളിൽ ആ ഒരു ചാക്ക് പോലെ വെച്ചേക്കുവാണ്. അപ്പോൾ ചേട്ടൻ ഇന്നത്തെ വെണ്ട നടലും അതുപോലെ പച്ചമുളക് നടലും കഴിഞ്ഞു. ഇപ്പം ഇനി അടുത്ത കൃഷി ചീരയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് വന്ന് ആ വീഡിയോ എടുക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു, ഇല്ലേ? നല്ല വീഡിയോ അല്ലായിരുന്നോ? ഈ വീഡിയോ എനിക്കും അതുപോലെ ഇത് കാണുന്ന എല്ലാ വ്യൂവേഴ്സിനും ഒരു പ്രചോദനമാവട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. നമുക്കും ഇതുപോലൊരു തോട്ടമുണ്ടാക്കാം. നമ്മുടെ അടുക്കളയിൽ ബാക്ക് സൈഡിൽ ചെറിയ രീതിയിൽ നമ്മുടെ വീട്ടാവശ്യത്തിന് മാത്രമായിട്ടെങ്കിലും നമുക്ക് ചെറിയ രീതിയിലൊരു തോട്ടം ഉണ്ടാക്കാം. അങ്ങനെ നമുക്ക് എല്ലാവർക്കും വിഷരഹിതമായ ഒരു മായവുമില്ലാത്ത പച്ചക്കറികൾ നമുക്കും കഴിക്കാനായിട്ട് ആവട്ടെ. കൈകോർക്കാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എങ്ങനെയുണ്ടായിരുന്നു വീഡിയോ? നല്ല രസമുണ്ടായിരുന്നു അല്ലേ? നമുക്ക് വീഡിയോ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു വീഡിയോ ആയിരിക്കും, എനിക്കങ്ങനെ തോന്നുന്നു. കാരണം ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ. എന്തെല്ലാമാണ് അല്ലേ ആ പറമ്പിൽ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ പറഞ്ഞ പോലെ ഒരു പൂങ്കാവനം, അത് തന്നെയല്ലേ പറയാൻ പറ്റുള്ളൂ. അതിന് മൊത്തം ക്രെഡിറ്റും പരമേശ്വരൻ ചേട്ടൻ അദ്ദേഹത്തിനാണ് കേട്ടോ. കാരണം അദ്ദേഹം അത്രയും കാര്യമായിട്ട് അവിടെ എന്നും വന്ന് മിക്ക ദിവസം വരാറുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ നമ്മൾ കാണാലോ, മിക്ക ദിവസം അവിടെ വന്ന് ഒരു ഉച്ച വരെ, ഒരു 12 മണി 1 മണി വരെ അവിടെ നിന്ന് ആ പറമ്പിലെ കാര്യങ്ങളൊക്കെ നോക്കി. അതുകൊണ്ടാണ് അത്രയ്ക്ക് മനോഹരമായിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കും വളരെ ആഗ്രഹമുണ്ട് ഒരു കുഞ്ഞടുക്കളത്തോട്ടം എനിക്കും ഉണ്ടാക്കണം എന്ന്. ഇത് ഇപ്പോഴല്ല കേട്ടോ, ഞാൻ ഇതിനു മുമ്പ് ഒരു കൊച്ചു പച്ചക്കറിത്തോട്ടം എൻ്റെ ഒരു വീഡിയോ ഒരു മാസം മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വില്ലയിൽ തന്നെയുള്ള ഒരു ചേച്ചേരിയായിരുന്നു ആ തോട്ടം. അപ്പോഴും എൻ്റെ മനസ്സിൽ അത് വലിയ ആഗ്രഹമുണ്ട്. അതിനു മുമ്പ് അത് ഞങ്ങളിവിടെ താമസിക്കാൻ വന്ന സമയത്ത് ഞാൻ ഇത് തുടങ്ങിയിട്ടൊക്കെ ഉണ്ടായി. പക്ഷെ എന്തൊക്കെയോ കുറച്ച് ചെടികളൊക്കെ ഞാൻ നട്ടു, പക്ഷെ അതൊക്കെ പുഴു നിന്നുകൊണ്ട് പോയി. അപ്പൊ എന്റെ മനസ്സാകെ മടുത്തുപോയി. അങ്ങനെയാണ് ഞാൻ നിർത്തിയത്. പിന്നെ ആ ഒരു വീഡിയോ 1 മാസം മുമ്പ് ഞാൻ ഷൂട്ട് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അതൊക്കെ നടണം. അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ ഞങ്ങളിപ്പോ ഇവിടെ നിന്നാലും മാറുവാണ്. ഞങ്ങൾക്കിപ്പോ ഞങ്ങളുടെ വീട് ഇപ്പൊ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു മാസത്തിനുള്ളിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് മാറും. അപ്പൊ ഇതിപ്പോ റെന്റഡ് ഹൗസ് ആണ്. ഞാൻ ഇനിയിപ്പോ ഇതൊക്കെ നട്ട് കഴിഞ്ഞാൽ 1 മാസത്തിനൊന്ന് വലുതായി വരുമ്പോ തന്നെ പറിച്ചുകൊണ്ടാണ് എന്തായാലും പറ്റില്ല. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആരും നോക്കാതെ അങ്ങോട്ട് വല്ലാതെ ചീത്തയായി പോകും. അപ്പൊ അതുകൊണ്ട് ഞാനും വെയിറ്റ് ചെയ്യുവാണ്. ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് മാറിയിട്ട് വേണം ഇതുപോലെ ചെറിയൊരു അടുക്കളത്തോട്ടം എനിക്കും ഉണ്ടാക്കാൻ എന്ന് ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്. കാരണം ഇതൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് ഒന്ന് വിചാരിച്ചാൽ നമുക്ക് ഇത്രയും നല്ല വിഷരഹിതമായ പച്ചക്കറികളും ഇതൊക്കെ നമുക്കും വീട്ടിലുണ്ടാക്കാം, ഇല്ലേ? അത് നമുക്കത് കഴിക്കാനും അതേപോലെ തന്നെ മനസ്സിനും ശരീരത്തിനും തീർച്ചയായിട്ടും ഏറ്റവും നല്ലതാണ്. കാരണം യാതൊരു കെമിക്കലും ഇല്ലാത്ത കഴിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കാര്യമാണല്ലോ. ഇപ്പോ വിപണിയിൽ ലഭ്യമാവാത്തതും അതാണല്ലോ. അപ്പോൾ നമ്മളുടെ മനസ്സിന് അത് ഭയങ്കര സന്തോഷമാണ്. ഒരു 1/2 മണിക്കൂർ അതിന് വേണ്ടിയൊക്കെ സ്പെൻഡ് ചെയ്താൽ എത്ര സന്തോഷമായിരിക്കും നമുക്കത്. അപ്പൊ ഇങ്ങനെയുള്ള തോട്ടങ്ങളൊക്കെ കാണുമ്പോൾ ശരിക്കും മനസ്സിന് അങ്ങനത്തെ ഒരു ആഗ്രഹമുണ്ട് എനിക്ക്. അപ്പൊ അതേപോലെ തന്നെ എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും ഒരുപാടൊന്നും അല്ലെങ്കിലും 2 or 3 ആയിക്കോട്ടെ, നമ്മളുടെ വീട്ടിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഒരു കുഞ്ഞ് പച്ചക്കറിത്തോട്ടം ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അത് വളരെ വളരെ നല്ലതായിരിക്കും. നമുക്കും മനസ്സിനും അതൊരു ശരീരത്തിനും വളരെ നല്ലതായിരിക്കും. നമുക്കും അതുപോലെ നമ്മുടെ അടുത്ത തലമുറയ്ക്കും ഒരു വിഷരഹിതമായ പച്ചക്കറികൾ കിട്ടാൻ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. ചെറിയ രീതിയിലെങ്കിലും നമുക്കും തുടങ്ങാം. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ ഫ്രണ്ട്സ്. സ്റ്റേ ഹാപ്പി ഓൾവേസ് ഡിയേഴ്സ്. ബൈ.